കർത്താവിന് മഹത്വം. ഡിസംബർ മാസം 6-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് ദൈവവചന പഠനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് സഹായിച്ചുവല്ലോ. ഇന്ന് രാത്രികാലം പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പാട്ട് പാടുവാൻ വേണ്ടി ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ കർത്താവിന്റെ ദാസി സിസ്റ്റർ സിനി ജോസഫ് ഉണ്ടല്ലോ. കർത്താവിന്റെ ദാസി പതിവ് പോലെ രാത്രിയിലും ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് പാട്ടുപാടും. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ആദരവോടുകൂടി പ്രിയ സഹോദരികളിലേക്ക് ക്ഷണിക്കും. Praise Lord, hallelujah, സ്തോത്രം. അപ്പാ നീ ആശ്രയം ഇപ്പാരിലേഴയ്ക്കു കൈപ്പേറിടുന്നിതാ ജീവിതം. അപ്പാ നീ ആശ്രയം ഇപ്പാരിലേഴയ്ക്കു കൈപ്പേറിടുന്നിതാ ജീവിതം. കാടുണ്ടു പക്ഷിക്കു സ്വൈര്യമായി വാഴുവാൻ വീടില്ലെനിക്ക് നിത്യമാ. കാടുണ്ടു പക്ഷിക്കു സ്വൈര്യമായി വാഴുവാൻ വീടില്ലെനിക്ക് നിത്യമാ. സ്വർപ്പുരിയിൽ നിത്യവീടഹോ അപ്പാ നീ ആശ്രയം ഈ പാരിലേഴയ്ക്കു കൈപ്പേറിടുന്നിതാ ജീവിതം. അപ്പാ നീ ആശ്രയം ഈ പാരിലേഴയ്ക്കു കൈപ്പേറിടുന്നിതാ ജീവിതം. അപ്പേനും അമ്മയും തള്ളിക്കളഞ്ഞാലും തള്ളാതെ പോറ്റുന്നോരപ്പനെ. അപ്പേനും അമ്മയും തള്ളിക്കളഞ്ഞാലും തള്ളാതെ പോറ്റുന്നോരപ്പനെ. അന്തികെ അണച്ചിടന്നെ നീ അപ്പാ നീ ആശ്രയം ഈ പാരിലേഴയ്ക്കു കൈപ്പേറിടുന്നിതാ ജീവിതം. അപ്പാ നീ ആശ്രയം ഈ പാരിലേഴയ്ക്കു കൈപ്പേറിടുന്നിതാ ജീവിതം. ഇത്രയും വിട്ടോടി മിദ്യാനിൽ പാർത്തതാം മോശയ്ക്കു സങ്കേതമായോനേ. ഇത്രയും വിട്ടോടി മിദ്യാനിൽ പാർത്തതാം മോശയ്ക്കു സങ്കേതമായോനേ. അന്തികെ അണച്ചിടന്നെ നീ അപ്പാ നീ ആശ്രയം ഈ പാരിലേഴയ്ക്കു കൈപ്പേറിടുന്നിതാ ജീവിതം. അപ്പാ നീ ആശ്രയം ഈ പാരിലേഴയ്ക്കു കൈപ്പേറിടുന്നിതാ ജീവിതം. സ്വന്തം സഹോദര തള്ളിക്കളഞ്ഞാലും ജോസഫിൻ കൂടെയിരുന്നോനേ. സ്വന്തം സഹോദരർ തള്ളിക്കളഞ്ഞാലും ജോസഫിൻ കൂടെയിരുന്നോനേ. അന്തികെ അണച്ചിടന്നെ നീ അപ്പാ നീ ആശ്രയം ഈ പാരിലേഴയ്ക്കു കൈപ്പേറിടുന്നിതാ ജീവിതം. അപ്പാ നീ ആശ്രയം ഈ പാരിലേഴയ്ക്കു കൈപ്പേറിടുന്നിതാ ജീവിതം. കൂട്ടുകുടുംബക്കാർ തള്ളിക്കളഞ്ഞാലും തള്ളാതെ പോറ്റുന്നോരപ്പനെ. കൂട്ടുകുടുംബക്കാർ തള്ളിക്കളഞ്ഞാലും
തള്ളാതെ പോറ്റുന്നോരപ്പനെ തൃപ്പാദം പണിയും മേഴ ഞാൻ. അപ്പാ നീ ആശ്രയം ഈ പാരിലേഴയ്ക്കു കൈപ്പേറിടും നിതാ ജീവിതം. അപ്പാ നീ ആശ്രയം ഈ പാരിലേഴയ്ക്കു കൈപ്പേറിടും നിതാ ജീവിതം. അപ്പാ നീ ആശ്രയം ഈ പാരിലേഴയ്ക്കു കൈപ്പേറിടും നിതാ ജീവിതം. താങ്ക് യു സോ മച്ച്. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ കൈപ്പേറിയ ലോക ജീവിതത്തിൽ നമുക്ക് ആശ്രയമായിട്ടുള്ളത് നമ്മുടെ അപ്പച്ചൻ മാത്രമാണ്. ആ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് വൈകിയ വേളയിൽ സ്തുതിക്കുവാൻ, ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചുവല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടിയ കർത്താവിന്റെ ദാസി സിസ്റ്റർ സിനി ജോസിനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് സ്തോത്രം. രാത്രികാലം വചന സൂക്ഷിയുടെ അനുഗ്രഹത്തിനായിട്ട് ചുരുക്കം വാക്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദേവദാസൻ പാസ്റ്റർ ടോമി ജോസഫിനെ ഓർത്തുകൊണ്ട്, പാട്ടുപാടിയ സിസ്റ്റർ സിനി ജോസഫിനെ ഓർത്തുകൊണ്ട്, അവരുടെ കുഞ്ഞുങ്ങൾ 3 പേര് ജോഷുവ, ജോയൽ, ജോയ്സി 3 പേരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരുടെ മാതാപിതാക്കൾ 2 പേരും 90-ലധികം വയസ്സുണ്ട്. 2 പേരെ ഓർത്തുകൊണ്ട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്റർ സിനിയുടെ പിതാവും അതുപോലെ തന്നെ പാസ്റ്റർ ടോമി ജോസഫിന്റെ മാതാവും വാർദ്ധക്യത്തിലാണ്. ഒഹായിലും ഷിക്കാഗോയിലുമായിട്ട് അവരായിരിക്കുന്നു. അവരെ ഓർത്തുകൊണ്ട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവിന്റെ അനുഗ്രഹ സമൃദ്ധി കുടുംബത്തിലുണ്ടായിരിക്കട്ടെ. ഇന്ന് രാത്രികാലം ലൈനിലായിരിക്കുന്ന എല്ലാവരും വചനത്തിന്റെ സമൃദ്ധിയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഈ സന്ധ്യാസമയം കർത്താവേ, ഞങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സകല ആവശ്യങ്ങൾ അറിയുന്ന കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ മുട്ടുമടക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് കർത്താവേ ദൈവവചനം കർത്താവേ സദ്ജ്ഞാനം വായിക്കുവാനും കർത്താവ് പഠിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവ് സാന്നിധ്യം ഞങ്ങളായിരിക്കുന്ന സ്ഥലം നിങ്ങൾ ഇറങ്ങട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ കൈപ്പേറിയ ജീവിതത്തിൽ, ഞങ്ങളുടെ കർത്താവ് വിഷമേറിയ ജീവിതത്തിലൊക്കെ കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുന്ന ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, സമാധാനത്തിന്റെ ദൈവം, സത്യത്തിന്റെ ദൈവം, ഞങ്ങളെ വഴി നടത്തുന്ന ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവ്, ഞങ്ങളുടെ കർത്താവെ എല്ലാമായ കർത്താവ്, ഞങ്ങൾ ദൈവസന്നിധിയിൽ സന്ധ്യാസമയം കടന്നു വന്നിരിക്കുന്നു. ദൈവമേ, നിന്റെ വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ദാനമായി തന്ന കുഞ്ഞുങ്ങളെയും ഒക്കെ ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ ഞങ്ങൾക്ക് തലമുറയ്ക്കും കർത്താവ് കൃപ ചെയ്യണമേ. ക്രിസ്തയേശുവിൽ ഞങ്ങൾ വളർന്ന് വർദ്ധിച്ചു വരുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ആത്മസന്തോഷം കർത്താവെ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുക. വചനത്തിലുള്ള സമാധാനം, സന്തോഷം, വിടുതലും ഞങ്ങളുടെ ഭവനങ്ങളെല്ലാം അനുഭവിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആത്മശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവ്. നിന്റെ കർത്താവെ കൃപയിൽ ഞങ്ങളെ താങ്ങണമേ കർത്താവെ. ദൈവമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കടന്നു വന്ന ജനത്തെ കർത്താവെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നിന്റെ ജനം നിന്നിൽ സന്തോഷിച്ച് ആനന്ദിക്കുവാൻ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലേ കർത്താവെ, ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ദൈവവചനവുമായി കടന്നു വരുന്ന ദൈവദാസന് വേണ്ടി സ്തോത്രം ചെയ്തു. ദാസൻ കൂടി ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്തു. അനേകർക്ക് ആശ്വാസവും അനുഗ്രഹമായി തീർത്തിരിക്കുക. സ്തോത്രം ചെയ്തു. സ്തുതിക്ക് വേണ്ടി സ്തോത്രം ചെയ്തു. പാട്ടിൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം. കുഞ്ഞുങ്ങൾ 3 പേരെ അനുഗ്രഹിക്കുന്നു. ജോയ്സിക്ക് വേണ്ടി, ജോയലിന് വേണ്ടി, ജോഷുവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ വളർന്നു വരട്ടെ കർത്താവ്. പാസ്റ്ററിന്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുസിനിയുടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യകാലത്ത് താങ്ങിക്കൊള്ളുന്നു. ഒഹായോ പട്ടണത്തെ, അവിടുത്തെ ദൈവസഭയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ചെയ്യുന്ന കർത്താവ് എല്ലാ ശുശ്രൂഷകളെ കർത്താവ് മാനിക്കണമേ. കൂട്ടുവിശ്വാസികളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദേശം അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കണം. അനേകര് കഷ്ടങ്ങളിൽ കർത്താവ് പ്രയാസങ്ങളിലായിരിക്കുന്നു. അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകര് വെള്ളപ്പൊക്കത്തിന്റെ പ്രയാസത്താൽ ചെന്നൈയിലൊക്കെ ഭാരം സഹിക്കുന്നു.
കർത്താവിനെ സഹായിക്കണം. യെരൂശലേമിന്റെ ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി, യുക്രൈൻ റഷ്യയുടെ സമാധാനത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. ദേശത്തെ രക്ഷിക്കണമേ. അമേരിക്ക, ഇന്ത്യ ദേശത്തെ രക്ഷിക്കണമേ. എല്ലാ ദൈവത്തിന്റെ വേലക്കാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്യുന്നപ്പോ. അനേകർക്ക് ദൈവവചനം ഇതുവരെ ലഭിച്ചിട്ടില്ലപ്പോ, അവരെയൊക്കെ ദൈവവചനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. സുവിശേഷത്തിന്റെ വാതിൽ എല്ലാവർക്കും തുറക്കപ്പെട്ട ഞങ്ങളൊക്കെ വചനം കേട്ട് അനുസരിച്ച് ദൈവത്തിന്റെ പ്രിയ മക്കളായി, അനുസരണത്തിന്റെ മക്കളായി ജീവിക്കുക. ദൈവം ഞങ്ങളെല്ലാവരും സഹായിക്കണം. നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടത് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നപ്പോൾ തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ ഞങ്ങൾ ഇരിക്കുന്ന കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സകലമാനവും മഹത്വ പുകഴ്ചയും അങ്ങേക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. ആമേൻ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവവചനത്തിന് മുമ്പാകെ നാം ആയിരിക്കുന്നുവല്ലോ. സ്തോത്രം. കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസൻ എബ്രായ ലേഖനം 4-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി നമ്മോട് സംസാരിപ്പാൻ ഇടയായി തീർന്നുവല്ലോ. സ്തോത്രം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായുത്തരയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിബജകളെയും വേർപിടിവിക്കും വരെ തുളച്ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഹല്ലേലൂയ. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമല്ല. സകലവും അവന്റെ മുമ്പാകെ അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഹല്ലേലൂയ. സ്തോത്രമാകിയാൽ ദൈവത്തിനായി യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നും 2-ാം അധ്യായത്തിൽ നിന്നും ദേവദാസൻ ചില റെഫറൻസ് പറഞ്ഞ് നമ്മെ ഓർമ്മിപ്പിച്ചല്ലോ. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കത്തക്കവണ്ണം നിനക്കുള്ളതിനെ പിടിച്ചുകൊള്ളുക. നമ്മുടെ സ്വീകാരം, നമുക്കുള്ളതിനെ ദൈവസേനയിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ പ്രത്യാശയെ പിടിച്ചുകൊള്ളുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീനെന്ന് ഞാൻ കൽപ്പിക്കുന്നു. 2-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ ഈ വചനങ്ങളൊക്കെയും കർത്താവിന്റെ ദാസൻ നമ്മെ ഓർമ്മിപ്പിച്ചു. രാത്രികാലം വചന സൂക്ഷിക്കായിട്ട് വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടോമി യോസഫിനെ ലൈനിലേക്ക് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പുണ്യനാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ മനോഹരമായ ഈ നല്ല രാത്രി കൂട്ടായ്മയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ലൈനിൽ നേതൃത്വം കൊടുക്കുകയും ലീഡുകയും ചെയ്യുന്ന കർത്താവിന്റെ പ്രിയ ദാസൻ പ്രിയ സഹോദരനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ ദാസി സിസ്റ്റർ മാതാവ് കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഭവനത്തിന് പ്രത്യേകമായ അനുഗ്രഹങ്ങൾ കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രത്യേകമായി നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ലൈനിലായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠരായ ദൈവദാസന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കട്ടെ. കർത്താവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥ വ്യതിയാനങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക പ്രകൃതിക്ഷോഭങ്ങൾ, ഹല്ലേലൂയ, അനേക യുദ്ധങ്ങൾ, അനേക പ്രതികൂലങ്ങൾ. നമ്മളായിരിക്കുന്ന രാജ്യങ്ങളിൽ തന്നെ ഷൂട്ടിങ്ങുകൾ പലതും, പലയിടങ്ങളിലും പല സംഭവങ്ങൾ, മഹാമാരി, മാരക രോഗങ്ങൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ദുരന്തങ്ങൾ, ഭീതിജനകമായ സംഭവങ്ങൾ, ക്രൂരമായ പീഡകൾ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ലോകത്തിൽ സംഭവിക്കുന്ന ആത്മീയമായ അനവധി പെർസിക്യൂഷൻസ്, ഇതിന്റെ എല്ലാം നടുവിൽ ദൈവം നമ്മളെ ആശ്വാസത്തോടെ നടത്തുന്നല്ലോ. കർത്താവിന്റെ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിലും നമുക്ക് ആ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒന്നുകൂടെ അടുത്തു വന്ന് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും നമ്മുടെ പ്രതികൂല പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നമുക്ക് ചുറ്റിലും നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുമ്പോൾ അതിന് നടുവിൽ നമ്മളെ കരങ്ങളിൽ വഹിക്കുന്ന, നമ്മളെ സൂക്ഷിക്കുന്ന നല്ല കർത്താവിന്റെ ആ പൊന്നുപാദപീഠത്തിലേക്ക് ഒരിക്കൽ കൂടെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും നമുക്ക് അടുത്തു വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. കടന്നു വന്ന് ആത്മാർത്ഥമായി പാടുകയും പ്രാർത്ഥിക്കുകയും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ശ്രദ്ധയോടെ ആയിരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി നമുക്ക് പ്രൈസ് ദി ലോർഡ് ഒരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 14-15 ചേർത്ത് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്കുള്ള നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്.
അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. മനോഹരമായ നല്ല ഈ സന്ധ്യാസമയത്തിനായി സ്തോത്രം ചെയ്യുന്ന രാത്രികാലം വളരെ ആത്മാർത്ഥയോടും ദൈവസ്നേഹത്തോടും കൂടെ ആവിലോടെ അടുത്തിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കൾക്കായി സ്തോത്രം. ഈ പ്രേലന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ വിലപ്പെട്ട ദാസൻ സാക്ഷിനായി, നമ്മുടെ പ്രിയദാസി വിജയശിഷ്ടനായി, കുഞ്ഞുങ്ങൾക്കായി, മാതാവിനായി സ്തോത്രം ചെയ്യുന്ന കുടുംബത്തെ കർത്താവെ അനുഗ്രഹിക്കണം. ശുശ്രൂഷകളെ മാനിക്കണമേ. ലൈലായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ശ്രേഷ്ഠരായ എല്ലാ ദൈവദാസന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, കുടുംബങ്ങൾക്കായി സ്തോത്രം പാടുവാനും കർത്താവെ ശക്തമായി പ്രാർത്ഥിപ്പാനും അതിനെ വായിച്ചിരുവാനും ഒക്കെ കർത്താവ് സഹായിക്കുന്ന ഞങ്ങളുടെ ദാസിമാരെ വീണ്ടും അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ അടിയങ്ങളോട് കൂടിയിരിക്കണം. ഞങ്ങളെ കർത്താവ് ഞങ്ങളുടെ വചനം കൊണ്ടും ആത്മാവ് കൊണ്ടും നടത്തുന്ന ഞങ്ങളുടെ സ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങളുടെ സ്വാന്തനകരം ഈ രാത്രി ഞങ്ങളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞാട് രക്തത്തിൽ അടിയങ്ങളെ ഒരിക്കൽ കൂടെ കഴുകണം. ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ഞങ്ങളെ താഴാതെ വണ്ണം വീഴാതെ വണ്ണം കരങ്ങളിൽ വഹിക്കുന്ന ഞങ്ങളുടെ വലിയ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന ഒരിക്കൽ കൂടെ കൃപയിൽ പൊതിയണം, മഹത്വെടുക്കണം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ 4-ാം അധ്യായം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഗ്രഹമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് ആകയാൽ ദൈവത്തന്ന യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതാണ്. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളെ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപ ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് തന്റെ രക്ഷണ്യ പദ്ധതി, മാനവരാശിയുടെ വീണ്ടെടുപ്പിന്റെ ആ പദ്ധതി പൂർത്തീകരിച്ച് കാൽവരിയിൽ ആമേൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. പിതാവിന്റെ അടുത്തേക്ക് താൻ കയറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ആ പിതാവിന്റെ അടുത്തേക്ക് കയറി പോകുന്ന നിമിഷം നമുക്കറിയാം, ഓൺ ദ വെയിലാണ് മഗ്ദലക്കാരത്തെ മറിയെ കർത്താവ് ആ സ്നേഹത്തോടുകൂടി ആത്മാർത്ഥത്തോടുകൂടെ ആമേൻ കാത്തുനിന്ന മറിയുടെ അടുത്തേക്ക് കർത്താവ് പ്രത്യക്ഷനാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. കാരണം ആ യാത്രയിൽ യേശു അവിടെ പ്രത്യക്ഷമാകേണ്ട ആവശ്യമില്ല. എന്നാൽ കർത്താവ് മറിയയ്ക്ക് അവിടെ പ്രത്യക്ഷമാകുകയാണ്. കർത്താവ് മറിയോട് പറയുന്ന ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പിതാവിന്റെ അരികിലേക്ക് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് കയറി പോകുന്നതിന് മുമ്പാണ് മറിയുടെ അരികിൽ പ്രത്യക്ഷനാകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറി പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. അതെ, യേശു മറിയോട് പറയുക, എന്നെ തുടരുത്. മറിയ യേശുവിനെ കണ്ടപ്പോൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ കണ്ടുവെങ്കിലും ആദ്യം മനസ്സിലായില്ല, തോട്ടക്കാരനെന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ യേശു കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവളുടെ ആ സന്തോഷം, അവളുടെ സ്നേഹത്തിൽ നിന്ന് ആമേൻ ഗുരുവിനോടുള്ള അല്ലെങ്കിൽ കർത്താവിനോടുള്ള ആത്മാർത്ഥമായ ആ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നവളാണ്. എന്നാൽ അതോടൊപ്പം തന്നെ തന്റെ ഗുരു മരിച്ചു, തനിക്ക് ആ ജീവനോടെയുള്ള കർത്താവിനെ നഷ്ടപ്പെട്ടു എന്നുള്ള ദുഃഖത്തോടുകൂടെ ആയിരിക്കുന്ന നിമിഷത്തിൽ ഉയർത്തെഴുന്നേറ്റ് ജീവനോടുകൂടെ ഇരിക്കുന്ന കർത്താവിനെ അവൾ കാണുകയാണ്. അപ്പോൾ അവൾക്കുണ്ടായ സന്തോഷം ഭയങ്കരമായ ഒരു സന്തോഷമാണ്. ഭയങ്കര സന്തോഷം. തൻ്റെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു നിന്ന ആ ദൈവസ്നേഹത്തിൽ നിറഞ്ഞു നിന്ന ആ കർത്താവ് ആമേൻ അനേക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മരിച്ചു കഴിഞ്ഞപ്പോൾ മരിച്ചല്ലോ എന്നുള്ള ദുഃഖത്തോടുകൂടെ ആമേൻ ഇരിക്കുന്ന മറിയയ്ക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടപ്പോൾ വലിയ സ്നേഹമുണ്ടായി. ദൈവമക്കളെ, ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നത് ആമേൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാർത്ഥമായി സ്നേഹമുള്ളവർക്ക് ആമേൻ, അതായത് സ്വന്തം താൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ തകർച്ചയുടെ മുമ്പിൽ ഒരു ഉയർച്ച കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ലോകത്തെ നമ്മൾ പഠിക്കുന്നതാണ്. അനേകരുടെ തകർച്ച കണ്ട് സന്തോഷിക്കുന്നവരുടെ നടുവിൽ
ആത്മാർത്ഥതയുള്ള ആളുകൾ ആമേൻ എന്താണ് ചെയ്യുന്നത്? തകർച്ചയുടെ മുമ്പിൽ അവരോടുകൂടെ ദുഃഖിക്കുകയും ഉയർച്ചയിൽ അവരോടുകൂടെ സന്തോഷിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥമായ സ്നേഹിതർ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ മറിയ കർത്താവിനെ അത്രമാത്രം സ്നേഹിച്ചു. കാരണം അർഹതയില്ലാത്ത ഒരു ജീവിതമാണ് തനിക്ക് കിട്ടിയത്. 7 ഭൂതങ്ങൾ ബാധിച്ചിരുന്ന ഈ സ്ത്രീ ആമേൻ ജീവിതം ആമേൻ തനിക്കൊരു സുബോധമില്ലാത്തവളായിരുന്നു. തനിക്കൊരു ജീവിതത്തിന് അവകാശമില്ലായിരുന്നതുപോലെ എല്ലാവരാലും കൈവിടപ്പെട്ട് തള്ളപ്പെട്ട് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീയാണ്. പക്ഷെങ്കിൽ അവളിലെ 7 ഭൂതങ്ങളെ പുറത്താക്കി അവൾക്കൊരു ജീവിതം കൊടുത്ത് അവളൊരു ആമേൻ സന്തോഷവതിയായി സമാധാനമുള്ളവളായി ദൈവിക വെളിച്ചത്തിൽ കർത്താവിനെ പിൻപറ്റിയ ഇവൾ കർത്താവ് തനിക്ക് നഷ്ടമായ ആ സമയത്ത് വളരെ ദുഃഖിതയായിരുന്നെങ്കിലും ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടപ്പോൾ അവളുടെ ഹൃദയത്തിൽ ഏറ്റവും സന്തോഷമുണ്ടായി. യഥാർത്ഥമായ ആത്മാർത്ഥമായ ഒരു സ്നേഹം അവൾക്കുണ്ടായിരുന്നു. കാരണം അവൾ തൊട്ടുമുമ്പിൽ പറയുന്നത് എന്താണ്? തോട്ടക്കാരെന്ന് നിരൂപിച്ച യേശുവിന്റെ ശരീരം അത് എവിടെയാണെന്ന് പറ, അവനെ ഞാൻ എടുത്തുകൊണ്ട് പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് താൻ സ്നേഹിക്കുന്ന കർത്താവിന്റെ ശരീരം എടുത്തുകൊണ്ട് പോകുവാൻ, ആ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുവാൻ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളിനെ ആർക്കും വേണ്ടാതിരിക്കുമ്പോൾ ഗുരുവിനോടുള്ള ആത്മാർത്ഥതയുടെ ആ അളവെന്ന് പറയുന്നത് ഭയങ്കരത്വം നിറഞ്ഞതാണ്. അവൾ പറയുന്നു, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. ആമേൻ. അവിടെ എവിടെ വെച്ചു എന്ന് പറഞ്ഞിരിക്കുക, ഞാൻ അവനെ എടുത്തു കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറയുമ്പോൾ അവളുടെ ആ ആത്മാർത്ഥമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ നിമിഷം തന്നെ അവളുടെ മനസ്സിലിരിക്കുന്നത്, അവൾ ആമേൻ സേവിച്ച് സ്നേഹിച്ച് പിൻപറ്റിയ കർത്താവ് മരിച്ചുപോയി. ഇവൾ പറയുന്ന വാക്കുകൾ എന്താണ്? മരിച്ചയാളിന് കേൾക്കാൻ കഴിയത്തില്ല. പക്ഷെങ്കിൽ അപ്പോൾ അവളുടെ ആ റിയാലിറ്റി എന്ന് നോക്കിക്കുക, ആ യഥാർത്ഥ സ്നേഹമാണ്. മരിച്ചു കിടക്കുന്ന ഒരാളിന്റെ മുമ്പിൽ നമുക്ക് എത്രമാത്രം സ്നേഹം പ്രകടിപ്പിച്ചാലും ആളിന് മനസ്സിലാകത്തില്ല. അപ്പോൾ മരിച്ചു കിടക്കുന്ന യേശു അല്ലെങ്കിൽ കല്ലറയിൽ കിടക്കുന്ന യേശു ഇപ്പോൾ ആ ശരീരം കാണുന്നില്ലെങ്കിലും ആ ശരീരത്തിന് ഒരുപക്ഷെങ്കിൽ അവൾ അത്രയും ചിന്തിക്കുന്നില്ല കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന്. ആമേൻ. എന്റെ സ്നേഹവും എന്റെ വേദനയും എന്റെ കണ്ണീരും എന്റെ ദുഃഖവും എന്റെ പ്രിയപ്പെട്ട ഗുരുവിന്റെ കർത്താവിന്റെ ആ മരണത്തോടുള്ള ബന്ധത്തിൽ എത്ര ദുഃഖം അവൾക്കുണ്ടെങ്കിലും അവൾ ആ ശരീരം എടുക്കുവാൻ ആത്മാർത്ഥത കാണിക്കുമ്പോൾ നോക്കൂ, അത് അവളുടെ തികഞ്ഞ സ്നേഹത്തിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ മുമ്പിൽ കർത്താവിന് വീണ്ടും മറഞ്ഞിരിക്കുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവ് അവളെ വെളിപ്പെടുത്തുകയാണ്. മറിയെ എന്ന് വിളിച്ചുകൊണ്ട് ആ ശബ്ദം അവളുടെ ഹൃദയത്തിനകത്തേക്കും ആത്മമണ്ഡലത്തിലേക്കും കയറി ചെന്നു. നമ്മൾ ഇതിനു മുമ്പ് വായിച്ച വചനം, പ്രാണനെ ആത്മാവിനെ സന്ധിബന്ധങ്ങളെ വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്ന ആ വചനം, അതേ വചനം ക്രിസ്തുവിന്റെ അതരങ്ങളിൽ നിന്ന് പുറപ്പെട്ട ആ വചനം മറിയുടെ ആമേൻ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ആ ശബ്ദം ആ ഹൃദയഭിത്തിയിലെല്ലാം ഓടിയെത്തി. അപ്പോൾ അവൾ തിരിച്ചറിഞ്ഞു, ഇതെന്റെ ഗുരുവാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് അവൾ ആത്മാർത്ഥയോടുകൂടെ സന്തോഷത്തോടെ ഒരാലിംഗനത്തിനായിരിക്കാം, അല്ലെങ്കിൽ അവന്റെ കാൽപാദത്തിലേക്ക് വീഴുവാനായിരിക്കാം അടുത്ത് ചെല്ലുവാൻ ശ്രമിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, മറിയേ, നീ എന്നെ തുടരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല, എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും അവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു അവരോട് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് യേശു പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അത് കഴിഞ്ഞ് യേശു കർത്താവ് ആമേൻ താൻ പിതാവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. ഈ മറിയ സന്ദർശനത്തിന് ശേഷം പിതാവിന്റെ അടുക്കലേക്ക് കയറിപ്പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. കയറിപ്പോകുന്നു. അതിനുശേഷം നമുക്കറിയാവുന്ന കാര്യം, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്ന കർത്താവിനെയാണ് പലവട്ടം പ്രത്യക്ഷനാകുന്നത്. 40 നാള് കർത്താവ് പ്രത്യക്ഷമായിക്കൊണ്ടിരുന്നു. അനേകർക്ക് പ്രത്യക്ഷമായി. ഇവിടെ പ്രത്യക്ഷമായതെല്ലാം കർത്താവിനോട് ആത്മാർത്ഥതയുള്ളവരുടെ അരിക്കലാണ്, സ്നേഹമുള്ളവരുടെ അരിക്കലാണ് കർത്താവ് പ്രത്യക്ഷമായത്. അല്ലാതെ ആമേൻ കർത്താവിനെതിരായി പ്രവർത്തിച്ച ദുഷ്ട മനസ്സിന്റെ ഉടമകളായിരുന്ന ആരുടെയും അരിക്കൽ കർത്താവ് പ്രത്യക്ഷമായില്ല. കർത്താവിനെ സ്നേഹിച്ച പ്രിയപ്പെട്ടവരുടെ അരിക്കിലേക്ക് കർത്താവ് പലവട്ടം പ്രത്യക്ഷമായി. 40 നാൾ കഴിഞ്ഞ് ശിഷ്യന്മാരെ കൊണ്ടുപോയി ആമേൻ ഹല്ലേലൂയ. നമുക്കറിയാം അവിടെ വെച്ച കർത്താവ് അപ്പോസ്തല പ്രവൃത്തിയിലും മർക്കോസിന്റെ സുവിശേഷത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്, കൈ ഉയർത്തി അനുഗ്രഹിച്ച് കർത്താവ് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ അതേ ആമേൻ സ്വർഗത്തിലേക്ക് തന്നെ എടുക്കപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞ് ആ നിമിഷത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവിടെ ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആകാശത്തിൽ കൂടെ കടന്നുപോയ ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് കർത്താവ് ആ വാക്യം ഒന്ന് വായിച്ചാട്ട. കർത്താവ് അവരെ കൈ ഉയർത്തി, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം
ആമേൻ. അതിന്റെ 50, 51 വാക്യങ്ങൾ വായിച്ചാട്ടെ. അനന്തരം അവൻ അവരെ ബഥാന്യോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു. ആമേൻ. യേശു കർത്താവ് സ്വർഗത്തിൽ ഇരുന്ന കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവരൂപത്തിൽ ഇരുന്ന കർത്താവ് മനുഷ്യരൂപത്തിലേക്ക് വന്നു, ഇവിടെ ജീവിച്ചു. ഇവിടെ 30 വർഷം കർത്താവ് ജീവിച്ചപ്പോൾ കർത്താവിന്റെ ജീവിതം പൂർണ്ണമായി ആ ചരിത്രം നമുക്ക് കർത്താവ് എന്തെല്ലാം ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് എല്ലാ വർഷങ്ങളിലെയും വിവരണങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷെങ്കിൽ കർത്താവ് അവിടെ ആമേൻ ഹല്ലേലൂയ ശാന്തമായി കഴിയുന്ന ഒരു കാലഘട്ടം. പക്ഷെ 30ാമത്തെ വയസ്സിലാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്, എല്ലാവർക്കായി കൂടുതലായി വെളിപ്പെടുത്തുന്നത്. ദൈവോത്തനായി രംഗപ്രവേശനം ചെയ്യുകയാണ്. കർത്താവ് ദൈവോത്തനായി ജനിച്ചു. എന്നാൽ 30 വർഷക്കാലം കർത്താവ് അധികം പരസ്യമായി താൻ മുമ്പോട്ട് കടന്നു വന്നില്ല. എന്നാൽ 30ാമത്തെ വയസ്സിൽ താൻ സ്നാനപ്പെടുന്ന ചരിത്രമൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് ശുശ്രൂഷ ആരംഭിച്ച കാലം 30ാമത്തെ വയസ്സിലാണ്. 3.5 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷ ആമേൻ കർത്താവ് ചെയ്ത് അനേക ആളുകൾക്ക് പ്രയോജനകരമായി തീരുകയും ദൈവോത്തരനാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്ത അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ കർത്താവ് ചെയ്തു. അത് കഴിഞ്ഞ് കർത്താവ് താൻ ദൈവോത്തരനാണെന്ന് അനേകർക്ക് ആമേൻ വെളിപ്പെടുത്തി. എന്നാൽ പലർക്കും അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അവിടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ളവരാണ് കർത്താവിനെതിരായിട്ട് നിന്നവർ. അസൂയാലുക്കളാണ് കർത്താവിനെതിരായിട്ട് നിന്നത്. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും ആമേൻ യഹൂദ ജനങ്ങളിൽ പലരും കർത്താവിനെതിരായിട്ട് നിന്ന് കർത്താവിനെ ക്രൂശിക്കുവാൻ ആമേൻ ഹല്ലേലൂയ മുന്നോട്ട് കടന്നു വരികയും കർത്താവ് ക്രൂശിൽ മരിക്കുകയും ചെയ്യുക. ഇവരുടെ രഹസ്യമായ ഈ പ്ലാനിൽ കർത്താവ് ആമേൻ ഹല്ലേലൂയ ക്രൂശിക്കപ്പെട്ടു. പക്ഷെങ്കിൽ ഇത് സ്വർഗീയ പ്ലാനായിരുന്നു. ഞാൻ ഈ വചനം ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. യഹൂദന്മാരുടെയോ മഹാപുരോഹിതന്മാരുടെയോ മൂപ്പന്മാരുടെയോ ഒക്കെ ചിന്തയിൽ കർത്താവിനെ കൊല്ലുക അമ്മേ റോമാ ഗവൺമെന്റിന്റെ അധീനതയിൽ അന്ന് ഒരാൾക്ക് ക്രൂശുമരണം കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താണ ഒരു ശിക്ഷാവിധിയാണ്, ഏറ്റവും നീചമായ ഒരു ശിക്ഷാവിധി. ക്രൂരമായ അതികഠിനമായ വേദനയിൽ കൂടെ മരിക്കുകയും ഏറ്റവും അപമാനിക്കപ്പെടുന്ന ഒരു മരണത്തിന്റെ ശിക്ഷാവിധിയാണ് ക്രൂശുമരണം. അതുപോലെ തന്നെ ക്രൂശൻ ചുമന്നുകൊണ്ട് പോയി ക്രൂശിൽ ആമേൻ ഹല്ലേലൂയ തറച്ച് കൊല്ലപ്പെടുക, പരസ്യമായി ഉയർത്തി ആമേൻ ലജ്ജിതനാക്കി തീർക്കുക എന്നുള്ളത് ഏറ്റവും നീചമായ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു ആമേൻ മരണം അല്ലെങ്കിൽ ഒരു ശിക്ഷയുടെ നടപടിക്രമമായിരുന്നു ക്രൂശ് മരണം. അതാണ് കർത്താവിന് കിട്ടിയത്. കർത്താവ് ഈ ശിക്ഷ ഏറ്റെടുത്തു. ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മളിത് കേൾക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ ശിക്ഷയാണ് കർത്താവ് തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മള് പാപത്തിൽ മരിച്ചു കിടന്നു ആമേൻ നമ്മളെ പാപത്തിന്റെ പരിണിത ഫലം മരണം. ആമേൻ ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളമോ മരണമത്രേ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് കർത്താവിനുള്ള ആ നിത്യജീവൻ കിട്ടുവാൻ വേണ്ടി കർത്താവ് നമ്മുടെ പാപവും ശാപവും എല്ലാം വഹിച്ചുകൊണ്ട് ക്രൂശിൽ കയറി ക്രൂശിൽ മരിക്കുക. അപ്പോൾ യേശുവിന്റെ മരണം നമ്മൾ നോക്കുമ്പോൾ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും പീലാത്തോസും ഒക്കെ വിധിച്ച് യേശുവിനെ ക്രൂശിക്കുന്നതായി നമുക്ക് കാണുമ്പോൾ എങ്കിലും യേശു ആമേൻ ക്രൂശിൽ മരിക്കുക, മരത്തിൽ തൂങ്ങി മരിക്കുക എന്നുള്ളത് ലോകസ്ഥാപനത്തിനു മുമ്പേ ആമേൻ ദൈവത്തിന്റെ സ്വർഗീയ ആമേൻ ഹല്ലേലൂയ പ്രോഗ്രാമിൽ അവര് തീരുമാനിച്ച ഒരു കാര്യമാണ്. അല്ലാതെ അത് യേശുവിന്റെ ഭൂമിയിലെ ജീവിതകാലത്ത് സംഭവിച്ച കേവലം ചില മനുഷ്യരുടെ ഉള്ളിൽ ഉദിച്ച ബുദ്ധിയോ റോമാ ഗവൺമെന്റ് താൽക്കാലികമായി കൊടുത്ത ഒരു ശിക്ഷാവിധിയോ ഒക്കെ ആയിട്ട് മനുഷ്യന് നോക്കുവാൻ കഴിയുമെങ്കിലും ദൈവത്തിനായ യേശുവിന്റെ മരണം സ്വർഗത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആമേൻ ദൂതസഞ്ചയം പോലും അവർക്ക് എത്രമാത്രം അറിയാമെന്ന് എനിക്കറിയത്തില്ല തീരുമാനിച്ച ഒരു പ്ലാനാണ് യേശു കർത്താവിന്റെ മരണം. യേശു കർത്താവ് അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ആ തീരുമാനം എടുത്തുകൊണ്ടാണ് ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിനും അവനെ വീണ്ടെടുക്കേണ്ടതിനും വീണ്ടെടുപ്പ് വില കൊടുക്കേണ്ടതിനും ആർക്കും കഴിയാതിരുന്നപ്പോൾ അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചൂടിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ താണക്കുമിലേക്ക് കടന്നു വന്ന് ദൈവരൂപത്തിലിരുന്ന ദൈവപുത്രൻ മനുഷ്യരൂപം എടുത്ത് വേഷത്തിൽ ആമേൻ അല്ലെങ്കിൽ ദൈവരൂപത്തിൽ നിന്ന് മനുഷ്യരൂപത്തിൽ വിളങ്ങി ആമേൻ അതേ താഴ്ത്തി
ഏറ്റവും താഴ്ത്തി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് മാത്രമല്ല, ദൈവത്തിന്റെ രൂപം വിട്ട് മനുഷ്യരൂപം എടുത്ത് ഏറ്റവും താഴ്ത്തിക്കൊണ്ട് നമ്മുടെ കർത്താവ് ആമേൻ ഹല്ലേലൂയ മനുഷ്യരൂപത്തിൽ ഏറ്റവും നീചനായി മനുഷ്യരുടെ മുമ്പിൽ തള്ളപ്പെട്ടവനായി ആമേൻ കർത്താവ് ക്രൂശിൽ മരിക്കുകയാണ്. ഞാൻ ആ ദാനിയേൽ പ്രവചനം ആമേൻ വായിക്കുമ്പോൾ ആമേൻ 62ാമത്തെ ആഴ്ചവട്ടത്തിൽ അഭിഷിക്തൻ ആമേൻ ആമേൻ അത് ഛേദിക്കപ്പെടും. ആ ഒരു വിഷയം നമ്മൾ അതോടുള്ള ബന്ധത്തിൽ അതിവിടെ പറയാൻ പറ്റുന്നില്ല എങ്കിലും അധികം സമയം നോക്കൂ, നമ്മുടെ കർത്താവ് ആമേൻ ഹല്ലേലൂയ അഭിഷിക്തനായ കർത്താവ് ഛേദിക്കപ്പെടുകയാണ്. അവൻ ആരുമില്ലെന്ന് വരും. ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ. പ്രതീക്ഷിക്കാതിരിക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും. ചില സമയങ്ങളിൽ നമ്മളും ആമേൻ മനുഷ്യരാൽ ഛേദിക്കപ്പെടും, മനുഷ്യരാൽ തള്ളപ്പെടും, മനുഷ്യരാൽ ഉപദ്രവിക്കപ്പെടും, മനുഷ്യരാൽ കൈവിടപ്പെടും, മനുഷ്യർ നമ്മളെ ആമേൻ വെട്ടിക്കളഞ്ഞെന്ന് വരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ മക്കളെ ഇന്ന് രാത്രി ഒരു കാര്യം ഓർക്കണം. ദൈവത്തിന് നമ്മളിൽ കൂടെ ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുണ്ട്, ചിലത് പഠിപ്പിക്കുവാൻ വേണ്ടിയുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഇന്നൊരു ദൈവദാസി ഞങ്ങളുടെ ലൈനിൽ പ്രസംഗിച്ചപ്പോൾ അവരിങ്ങനെ പറയുവാനിടയായി, ഞങ്ങളുടെ ചർച്ചിന്റെ ലൈനിൽ ഹല്ലേലൂയ ഒരു അമ്മ ആ ഒരു കഴുകൻ തന്റെ കുഞ്ഞിനെ പറക്ക പഠിപ്പിക്കുവാൻ ദൈവത്തിന്റെ സ്തോത്രം അതിന്റെ കൂട് അത് അനക്കി ആമേ കുഞ്ഞുങ്ങളെ പറക്ക പഠിപ്പിക്കുകയാണ്. അത് താഴേക്ക് വീഴുന്നു, അതിനെ താഴേക്ക് വീഴുകയാണ്. വീഴുമ്പോൾ ആ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ ചിന്ത അതെ അത് ഇപ്പോൾ തകർന്നു പോകും, താഴേക്ക് വീണ് തകർന്നു പോകും. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അതിന്റെ കള്ളക്കഴുകൻ ആമേൻ പറന്ന് വന്ന് അടിയിൽ കൂടെ അതിനെ ചിറകിൽ വഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ പലപ്പോഴും ജീവിതത്തിൽ ആമേൻ ആ ചിറകിൽ വഹിച്ചു കഴിഞ്ഞ് ദൈവത്തിന്റെ സ്തോത്രം ആ കഴുകൻ ഉയരങ്ങളിലേക്ക് വീണ്ടും പറക്കും. പ്രൈസ് ദി ലോർഡ്. പറന്ന് പറന്ന് ആകാശവിധാനങ്ങളെ മുറിച്ച് കാർമേഘ പടലങ്ങളെ മുറിച്ച് ആമേൻ പ്രൈസ് ദി ലോർഡ് കാറ്റും മഴയും കോളും നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് അനന്ത വിഹായസിലേക്ക് അത് പറന്നുയരുകയാണ്. അപ്പോൾ ആ കൊച്ചു കഴുകൻ കുഞ്ഞ് ഈ ചിറകിലിരുന്ന് ചിന്തിക്കുന്നത്, ഞാൻ താഴ്ചയിലേക്ക് പോയെങ്കിലും എന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിവുള്ള എൻ്റെ അമ്മയുടെ ചിറക്, ആ ചിറകിൽ ഞാൻ സുരക്ഷിതനാണ് അമേൻ എന്ന് പറഞ്ഞുകൊണ്ട് അമേൻ ഹല്ലേലൂയ ഉള്ളം നൊന്ത് സന്തോഷിക്കുന്ന ഒരു കഴുകൻ കുഞ്ഞിനെ പോലെ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തള്ളപ്പെടുന്നവരായിരിക്കാം, താഴ്ചയിലേക്ക് വീഴുന്നവരായിരിക്കാം. ഹല്ലേലൂയ നമ്മളെ തള്ളിയിടുന്ന അനുഭവങ്ങൾ കാണും. പലപ്പോഴും ദൈവം ചിലപ്പോൾ അനുവദിച്ചെന്ന് വരാം. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം ഓർക്കണം, അത് നമ്മുടെ തകർച്ചയോടെയോ അത് നമ്മൾ തീർന്നു പോകുന്നതോ അല്ല. ഒരു യഥാർത്ഥ ദൈവത്തിന്റെ ജീവിതത്തിൽ മാനുഷികമായും പൈശാചികമായ അറ്റാക്കുകളും ആക്രമണങ്ങളും ഒക്കെ വന്നാലും അമേൻ ദൈവത്തിലെ നിന്നെ തകർക്കുവാനല്ല, നിന്നെ ചിലത് പഠിപ്പിക്കുവാൻ അമേൻ വീണ്ടും വിഹായസിലേക്ക് ഉന്നതികളിലേക്ക് നിന്നെ വാഹനമേറ്റി കൊണ്ടുപോകുവാൻ അമേൻ ചില താഴ്ചയുടെ അനുഭവങ്ങൾ, ചില ക്ഷീണമായ അനുഭവങ്ങളൊക്കെ വരുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തുവാനാണ്. ഇനി പറഞ്ഞു വന്ന വിഷയം, നമ്മുടെ കർത്താവ് ഏറ്റവും താഴ്ചയുള്ളവനായി അമേൻ തീർന്നുവെങ്കിലും ആകാശത്തിൽ കൂടെ കടന്നുപോയി ഏറ്റവും ശ്രേഷ്ഠകരമായ പദവിയിലേക്ക് ഏറ്റക്കപ്പെട്ട് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ശ്രേഷ്ഠ മഹാപുരുഷനായ കർത്താവ് നമുക്കായി ദൈവത്തിന്റെ സ്തോത്രം പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നുകൊണ്ട് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ദുഃഖിക്കും, എന്നെ അറിയുവാൻ ആരുമില്ലയോ, എന്നെ കാണുവാൻ ആരുമില്ലയോ, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ലയോ, എന്നെ സഹായിപ്പാൻ ആരുമില്ലയോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മഹാപുരോഹിതൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ആ മഹാപുരോഹിതൻ എങ്ങനെയുള്ള മഹാപുരോഹിതനാണ്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. നമ്മുടെ ബലഹീനതകളിൽ ദൈവത്തിന്റെ സഹതാപമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അനേക കാര്യങ്ങൾ ഇതിലൂടെ ഇങ്ങനെ ധ്യാനിച്ച് മുമ്പോട്ട് പോയപ്പോൾ കർത്താവിനോട് ഒരു കാര്യം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒരപ്പന്റെ സ്നേഹം എത്ര മാത്രമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരപ്പന്റെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ അപ്പന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്വർഗീയ പിതാവിന്റെ സ്നേഹം എത്ര മാത്രമാണ്. ഭൂമിയിലുള്ള അമ്മ മറന്നേക്കാം, ഭൂമിയിലുള്ള അപ്പൻ മറന്നേക്കാം, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചെങ്കിൽ യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ സ്നേഹം, ആ പിതാവിന്റെ സ്നേഹം, ആ യേശു കർത്താവിന്റെ സ്നേഹം, ആ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം എത്ര വലിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കുള്ള സ്വീകാര്യം നാം മുറുകെ പിടിക്കണം. എന്തുകൊണ്ടാണ്? നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളിൽ, നമ്മുടെ ജീവിതത്തിലെ കഴിവുകേടുകളിൽ, നമ്മുടെ ജീവിതത്തിലെ ആമേൻ ഹല്ലേലൂയ നിസ്സഹായ അവസ്ഥയിൽ നമ്മുടെ ആമേൻ പ്രാപ്തി തികയാതെ വരുമ്പോൾ, നമ്മുടെ കഴിവുകൾക്ക് നമ്മളെ രക്ഷിക്കുവാൻ കഴിയാതെ വരുമ്പോൾ, നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയാതെ വരുമ്പോൾ, ദൈവത്തിന്റെ സഹതാപം നമ്മുടെ ബലഹീനതകളിൽ ആമേൻ ഹല്ലേലൂയ കാണിപ്പാൻ, നമ്മളോട് മനസ്സലിവ് കാണിപ്പാൻ, കരുണ കാണിപ്പാൻ, ആർദ്രത കാണിപ്പാൻ, ആമേൻ സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരു നല്ല മഹാപുരോഹിതനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. വളരെ സിമ്പിൾ ആമേൻ കാര്യമാണെങ്കിൽ നമ്മൾ നോക്കും. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഹല്ലേലൂയ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയ ആ യാത്രക്കാരന്റെ ജീവിതം ഒരു സിമ്പിൾ ഭാഗമാണത്. നമുക്ക് വളരെ ഈസി ആയിട്ട്, നമുക്ക് വളരെ നിസ്സാരമായിട്ട്, വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 30 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി എതിർച്ച ഒരു പുരോഹിതൻ വന്നു. അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിൽ എത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമരിയക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ഇവിടെ നമുക്ക് ഇത് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ കൂട്ടുകാരൻ ആരെന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമുക്ക് സ്നേഹിതരെ തിരിച്ചറിയണമെങ്കിൽ, നിന്റെ സ്നേഹിതൻ ആരാണ്, നിന്റെ സ്നേഹിത ആരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം ചിന്തിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും പലരെ സ്നേഹിക്കുന്നവരാണ്. നമ്മൾ പലപ്പോഴും പലരുമായി ഫ്രണ്ട്ഷിപ്പ് കൂടുന്നവരാണ്. പലരുമായി നമ്മൾ സഹകരിക്കുന്നവരാണ്. പക്ഷെങ്കിൽ യഥാർത്ഥ സ്നേഹിതൻ ആരാണ്, യഥാർത്ഥ സ്നേഹിത ആരാണ് എന്നുള്ളത് ജീവിതത്തിന്റെ ചില പ്രത്യേക സാഹചര്യങ്ങളുടെ നടുവിൽ നമുക്ക് പറയാതെ അത് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ നോക്കൂ, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ചു. ഇവൻ യെരുശലേമിൽ നിൽക്കേണ്ടവനായിരുന്നു, പക്ഷെങ്കിൽ അവൻ നിൽക്കുന്നില്ല. അവിടെ നിന്ന് യെരിഹോവിലേക്ക് പോവുകയാണ്. യെരിഹോ എന്ന് പറയുന്നത് കള്ളന്മാരുടെ ഗുഹ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവനിങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന വഴിയിൽ അവന്റെ കയ്യിൽ കുറെ സമ്പത്തൊക്കെ ഉണ്ട്. ആമേൻ. അങ്ങനെ പോകുന്ന വഴിക്ക് കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുകയാണ്. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ കള്ളന്മാരെ കണ്ടിട്ട് എന്നാ ഇവ പൊക്കോട്ടെ എന്ന് വിചാരിക്കാതെ അവർ അവന്റെ പിടിച്ച് അവന്റെ വസ്ത്രം അഴിച്ചിട്ട് എന്ത് ചെയ്തു? മുറിവേൽപ്പിച്ചു. അവനെ കൊന്നില്ല, പക്ഷെങ്കിൽ മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടു പോയി. പക്ഷെങ്കിൽ അവരെന്താ ചെയ്തത്? അവനെ മുറിവേൽപ്പിച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം അവന്റെ രക്തം ഇങ്ങനെ വാർന്നൊഴുകി ഇവൻ പതുക്കെ മരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ ജീവൻ, നമ്മുടെ ജീവൻ ഇരിക്കുന്നത് ഈ രക്തത്തിലാണ്. ആമേൻ. ഒരിക്കൽ സ്തോത്രം, ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടുകാരനായ ഒരു പോലീസുകാരൻ ആ പുറകെ പോയി. കള്ളനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ കള്ളൻ പെട്ടെന്ന് ഈ പോലീസുകാരൻ പിച്ചാത്തി എടുത്തൊരു കുത്തിക്കഴിഞ്ഞ് അവൻ ഉതറിച്ച് ആ കുത്തിയെ അഴിച്ച് അവൻ ഓടി. അപ്പോൾ ഓടിക്കഴിഞ്ഞപ്പോൾ പോലീസുകാരന് നല്ല ചുറിയുറുക്കുള്ളൊരു പോലീസുകാരനായിരുന്നു. പോലീസുകാരനും വീണ്ടും പുറകെ ഓടി. അങ്ങനെ ഇവർ രണ്ടുപേരും ഓടുകയാണ്. ഓടുന്ന വഴിക്ക് പോലീസുകാരന്റെ രക്തം ഇങ്ങനെ ശരീരത്തിൽ നിന്ന് ഈ കുത്തിയ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരുന്നു. കുറെ ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അവശനായി അവിടെ വീണു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ മരിക്കുകയായിരുന്നു. അപ്പോൾ രക്തം ഒഴുകിക്കഴിഞ്ഞാൽ ആമേൻ ഈ ആള് മരിക്കും. അപ്പോൾ അർത്ഥപ്രാണനായി വിട്ടേച്ചു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇവിടെ അവർ കൊന്നില്ലെങ്കിലും അവന്റെ പ്രാണനെ എടുക്കുവാനുള്ള അധികാരമില്ല. നമുക്ക് യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ അനുവാദമില്ലാതെ പ്രാണനെ എടുക്കുവാൻ കഴിയത്തില്ല. പക്ഷെങ്കിൽ ഈ രക്തം ഇങ്ങനെ ഒഴുകി മരിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് കള്ളന്മാർ അവനെ വിട്ടുപോവുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. വിട്ടുപോയ സമയത്ത് എന്താണ്? ആമേൻ ഹല്ലേലൂയ. ആ വഴിയായി യാദൃച്ഛിക ഒരു പുരോഹിതൻ വന്നു. അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. പുരോഹിതൻ വന്നത് യാദൃച്ഛികയാണ്, പക്ഷെ ഈ കിടക്കുന്നവൻ എന്ത് ചെയ്തു? കണ്ടു, മാറി കടന്നുപോയി. നമുക്കിവിടെ നമ്മൾ കാണുവാൻ കഴിയുന്നത് ആ പുരോഹിതൻ ഇവനോട് കരുണയോ മനസ്സലിവോ അവനോട് എന്തെങ്കിലും സ്നേഹമോ ആത്മാർത്ഥതയോ ഇവനോട് എന്തെങ്കിലും ഒരു താല്പര്യമോ ഒന്നും ആ പുരോഹിതൻ ഉണ്ടാകുന്നില്ല. പുരോഹിതൻ ആരാണ്?
ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. പുരോഹിതൻ ആരാണ്? ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. ജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത് ജനത്തിന്റെ പാപത്തിന് പരിഹാരത്തിനായി ദൈവവുമായി ഹല്ലേലൂയ അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ദൈവത്തിന് സ്തോത്രം. ആ മധ്യസ്ഥനായി നിന്നുകൊണ്ട്, മീഡിയേറ്ററായി നിന്നുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുന്ന ഒരു പ്രതിപുരുഷനാണ് ഈ പുരോഹിതൻ. പക്ഷെങ്കിൽ ഈ മനുഷ്യനെ കണ്ടിട്ട് ആ പുരോഹിതൻ മാറിപ്പോവുകയാണ്. അവിടെ മനസ്സലിവ് കാണുന്നില്ല, സഹതാപം കാണുന്നില്ല, സ്നേഹം കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അങ്ങനെ വിട്ടേച്ച് മാറിപ്പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അവർ രണ്ടുപേരും മാറിക്കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ശമരിക്കാരനോ വഴിപോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും മീഞ്ചു പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. നോക്കൂ, ഒരു ശമരക്കാരൻ ഇവിടെ വരികയാണ്. ഈ ശമരക്കാരൻ പുറമേ ശമരക്കാരനാണെങ്കിലും ഒരു പുരോഹിതന്റെ എല്ലാ ക്വാളിറ്റിയും ഈ ശമരക്കാരനിൽ കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. പുറമേ ആരാണ്? ശമരക്കാരൻ. എന്നാൽ ഇതിനു മുമ്പ് പോയ പുരോഹിതനും ലേവ്യനും, അവര് പുരോഹിതനും ലേവ്യനുമാണെങ്കിലും ഒരു ശമരക്കാരന്റെ ക്വാളിറ്റി പോലുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ ഒരു ശമരക്കാരന് ലേവ്യനേക്കാൾ, പുരോഹിതനേക്കാൾ ശ്രേഷ്ഠകരമായ മനസ്സുള്ള, സഹതാപമുള്ള, മനസ്സലിവുള്ള ഒരു വ്യക്തിത്വമായി നമുക്ക് ഈ ശമരക്കാരനെ കാണുവാൻ കഴിയുന്നു. ആ ശമരക്കാരൻ അടുത്തിയെന്ന് എണ്ണയും മീഞ്ചും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. നമുക്ക് പിന്നെ ചരിത്രം അറിയാം. പെരുന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്ത് ഇവനെ രക്ഷ ചെയ്യണം, അധികം വലുത് ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവരോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവന് വേണ്ടി രക്ഷയെല്ലാം ചെയ്തു. സ്വന്തം വാഹനമൃഗത്തിൽ കയറ്റി, താൻ വാഹനമൃഗത്തിൽ യാത്ര ചെയ്യേണ്ട ആള് വാഹനമൃഗത്തിൽ കയറ്റി. തുടക്കം തൊട്ടേ ഭയങ്കര കാര്യമാണ്. അവനെ കണ്ടു, മനസ്സലിഞ്ഞു, മുറിവുകൾ കെട്ടി, എണ്ണയും മീഞ്ചും പകർന്നു, മുറിവുകളൊക്കെ കെട്ടി സ്വന്തം വാഹനമൃഗത്തിൽ കയറ്റി അടുത്തൊരു വഴിയമ്പലത്തിൽ കൊണ്ട് ആക്കുകയാണ്. ഇതിന്റെ ചരിത്രം, ഇതിന്റെ ആത്മീയ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപിയായിരുന്ന മനുഷ്യനെ ഹല്ലേലൂയ ശമരക്കാരന്റെ രൂപത്തിൽ വന്ന തിരിച്ചറിയാൻ പലർക്കും കഴിഞ്ഞില്ലെങ്കിലും ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവ് ഇറങ്ങി വന്ന് ഈ ലോകത്തിന്റെ മഹാപുരോഹിതന്മാർക്ക് മനസ്സിലില്ലായിരുന്നപ്പോൾ ആ സ്നേഹം മാനവരാശിക്ക് പകർന്ന് സ്വന്തം രക്തം എണ്ണയും മീഞ്ചും പകർന്നതുപോലെ സ്വന്തം രക്തം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ജീവൻ മടക്കി കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ മടക്കി കൊടുത്ത് സത്രത്തിലാക്കി, അതായത് ദൈവം സഭകളിലൊക്കെ ആക്കി, കൂട്ടായ്മകളൊക്കെ ആക്കി അവരെ ഇങ്ങനെ രക്ഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, നമ്മളെ ഈ ഭൂമിയിൽ രക്ഷിച്ചിട്ട കർത്താവ് നമ്മൾ പല കൂട്ടായ്മകളിലും സഭകളിലും ഒക്കെ ആയി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം തന്ന് രക്ഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പറയുന്നത്, ഞാൻ മടങ്ങി വരും. ഞാൻ മടങ്ങി വരുമ്പോൾ, ആകാശത്തിൽ കൂടെ കടന്നുപോയ മഹാപുരോഹിതനാണ് പറയുന്നത്, ഞാൻ മടങ്ങി വരുമ്പോൾ ഇനി വല്ലതും അധികമായി ചെലവിട്ടിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹല്ലേലൂയ, ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. ദൈവത്തിന്റെ മക്കളെ, ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് കർത്താവ് പറയുന്നെങ്കിൽ ഇതിനകത്ത് ഗംഭീരമായ, പ്രൗഢഗംഭീരമായ ആശയങ്ങൾ തിങ്ങി നിൽപ്പുണ്ട്. അതിനെക്കുറിച്ച് തന്നെ പ്രസംഗിക്കാനാണെങ്കിൽ ഒത്തിരി സമയം എടുത്ത് പറയണം. പക്ഷെങ്കിൽ ഇതിന്റെ ആശയം നമ്മൾ മനസ്സിലാക്കണം. പുരോഹിത വേഷത്തിൽ, പുരോഹിത ലേവ്യ വേഷത്തിൽ, അല്ലെങ്കിൽ പുറമേ എല്ലാ സ്ഥാനങ്ങളിലും മാനങ്ങളിലും ഒക്കെ നിൽക്കുന്ന ആളുകളാണ്. പക്ഷെങ്കിൽ അവിടെ ഉള്ളിൽ പുരോഹിതന്റെ ആ പൗരോഹിത്യ പവർ, അല്ലെങ്കിൽ ആ ശക്തി, ആ സ്വഭാവം, ആ ക്വാളിറ്റി ഇല്ല. അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്ര, ലേവ്യനിൽ അതില്ലാതിരിക്കുമ്പോൾ ഒരു ശമര്യന്റെ രൂപത്തിൽ കടന്നു വന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ആ കർത്താവിന്റെ സ്നേഹവും മനസ്സലിവും ബലഹീനതകളിൽ, തകർച്ചകളിൽ, താഴ്ചകളിൽ, വീഴ്ചകളിൽ, മരണത്തോട് മല്ലടിക്കുന്ന അർത്ഥപ്രാണന്റെ ദൈവീയമായ ഈ രോധനത്തെങ്കിൽ ആരും ഒരു തുള്ളി കണ്ണുനീര് പോലും പൊടിക്കുവാനില്ലാതിരുന്നപ്പോൾ സ്നേഹനിധിയായ സ്വർഗീയ കവാടം തുറന്നിറങ്ങി വന്ന ദൈവപുത്രന്റെ സ്നേഹം വെളിപ്പെടുത്തുന്ന ഒരു ശമരക്കാരനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അവന് വേണ്ടി ചെലവിടുന്നു, അവന് വേണ്ടി എണ്ണയും വീഞ്ഞും മനഃപൂർവ്വമായി കരുതിക്കൊണ്ടുവരികയാണ്. ഇത് എവിടെ നിന്ന് പെട്ടെന്ന് ഒരു ശമരക്കാരന്റെ കയ്യിൽ എണ്ണയും വീഞ്ഞും ഉണ്ടോ? ഇത് മനഃപൂർവ്വമായി കരുതിക്കൊണ്ടുവരികയാണ്. ദൈവം അതിലെ എന്നെ നിങ്ങളെ വീണ്ടെടുപ്പാൻ, ദൈവത്തിന്റെ പുത്രൻ സ്വന്തം രക്തം ഊറ്റുവാൻ മനഃപൂർവ്വമായി ഇറങ്ങി വന്നതാണ്. നമുക്ക് വേണ്ടി സഹതാപം കാണിച്ച ആ നല്ല മഹാപുരോഹിതൻ. എഫേസ്യ ലേഖനം ഒന്ന് വായിച്ചാണ്, 2-ാം അധ്യായം അതിന്റെ 4 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാണ് പെട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. 2-ന്റെ
4-7 വരും. 4 ആമേൻ. കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിനെ ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അതെ, കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. നോക്കൂ, ദൈവത്തിന്റെ ആ കരുണ എത്രയാണ്. പ്രൈസ് ദി, കരുണാസമ്പന്നമായ ദൈവം. ആ ദൈവത്തിന്റെ കരുണാസമ്പന്നത, ആമേൻ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തമാണ് ഈ കരുണ പുറത്തേക്ക് വന്നത്. പ്രൈസ് ദി. ദൈവത്തിന് നമ്മളോട് സ്നേഹമില്ലായിരുന്നെങ്കിൽ കരുണ കാണിക്കണ്ട. സ്നേഹമാണ് ഒന്നാമത്തേത്. സ്നേഹത്തിൽ കൂടിയാണ് കരുണ, മനസ്സലിവ്, ആർദ്രത, ഔദാര്യം, ദയ, അനുകമ്പ. ഇതൊക്കെ ഉണ്ടാകുന്നത് സ്നേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. സ്നേഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടാകും. സ്നേഹമില്ലെങ്കിൽ ഒരു കരുണയും കാണിക്കത്തില്ല, ഒരു ദയയും കാണിക്കത്തില്ല. ആമേൻ. ദൈവമക്കളെ ഓർത്തുകൊള്ളണം, സ്വന്തം ആമേൻ ഹല്ലേലൂയ സഹോദരങ്ങൾ, സ്വന്തം സഹോദരിമാർ, സ്വന്തം ഹല്ലേലൂയ കൂട്ടുവിശ്വാസികൾ, ആമേൻ, നമ്മൾ പ്രിയപ്പെട്ട് സ്നേഹിക്കുന്ന, ജീവിതത്തിലുമായി സ്നേഹിക്കുന്ന ആളുകൾ നമുക്ക് നേരെ ആമേൻ ഹല്ലേലൂയ വാളെടുക്കുന്ന സമയങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അവർക്ക് നമ്മളോട് കരുണയില്ല. കാരണം അതിന്റെ പുറകിലത്തെ രഹസ്യം, അവർക്ക് നമ്മളോട് സ്നേഹമില്ല. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ദോഷവും ആർക്കും ചെയ്യത്തില്ല. ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഒരു മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും സ്നേഹമില്ലാത്തതിന്റെ പരിണിത ഫലമായി ദയയോ കരുണയോ ആർദ്രതയോ മനസ്സലിവോ അനുകമ്പയോ അല്ലെങ്കിൽ ഔദാര്യമോ അല്ലെങ്കിൽ വിട്ടുവീഴ്ചയോ അല്ലെങ്കിൽ ആമേൻ ഒന്നുമില്ലാതെ ക്രൂരമായി ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവിൽ കൂടെ വീണ്ടെടുക്കപ്പെട്ടവരാണ്, ദൈവമക്കളാണ്, സഹോദരങ്ങളാണ്, സഹോദരിമാരാണെന്നുള്ള ചിന്തയില്ലാതെ ക്രൂരമായി എന്തും പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ ലോകവും അതുപോലെ തന്നെ അതിനപ്പുറം ആമേൻ ദുഷ്ടത നിറഞ്ഞൊരു ആമേൻ ഭൗതിക ലോകവുമാണ്. അതിനകത്താണ് നമ്മൾ കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. ദൈവസ്നേഹമുള്ളവരും ആത്മാർത്ഥതയുള്ളവരും നിർമ്മലരായിട്ടുള്ളവരും കർത്താവിന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നവരുമായ ആളുകൾ ധാരാളമുണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ അനേകര് ഈ ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവിന്റെ സ്വഭാവമില്ലാത്ത അനേകരുണ്ട് ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ആരും പൂർണ്ണരാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെങ്കിൽ ഉണ്ടല്ലോ, കഠിന ഹൃദയരും ദുഷ്ടന്മാരും ദോഷം ചെയ്യുന്നവർ, എന്തിനു മുതിരുന്നവർ, എന്ത് ചെയ്യുവാൻ, സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ, അട്ടിമറിക്കുവാൻ, പിടിച്ചെടുക്കുവാൻ, തകർക്കുവാൻ ശ്രമിക്കുന്ന അനേകര് ഇന്നുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്നാൽ ഇന്ന് രാത്രി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്കുള്ള മഹാപുരോഹിതൻ അങ്ങനെയുള്ളവരല്ല. നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് പറഞ്ഞാൽ കഴിയുന്നവനാണ്. പാപമൊഴികെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടുന്നത്രേ നമുക്കുള്ളത്. ആമേൻ. നമുക്ക് തുല്യമായി പാപമൊഴികെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടതാണ്. കാരണം നമ്മളെപ്പോലുള്ള വീണ്ടെടുക്കപ്പെടാത്തൊരു ശരീരത്തിൽ കർത്താവ് ഉയർത്തെഴുന്നേക്കുന്നത് വരെ ഈ ശരീരത്തിലാണ് കർത്താവിടെ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായി വസിച്ചത്. അതുകൊണ്ട് സകല പരീക്ഷകളും കർത്താവിനറിയാം. കർത്താവിനറിയാൻ വരത്തൊരു പരീക്ഷയും നമ്മൾ അനുഭവിക്കുന്നില്ല. പാപമൊഴികെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രത്യേക ആമേൻ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ആമേൻ കർത്താവിൽ നിന്ന് ഒരിക്കലും ഒരു ആമേൻ ഹല്ലേലൂയ ഒരു ചെറിയ കണിക പോലും ആമേൻ ഹല്ലേലൂയ പാപത്തിന്റെ സ്വഭാവമില്ലായിരുന്നു, പാപമില്ലായിരുന്നു. നിർമ്മലൻ, നിഷ്കളങ്കൻ, നിർദോഷൻ, ആമേൻ ഹല്ലേലൂയ ആമേൻ ഇല്ലാത്തവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായിത്തീരുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് നമ്മുടെ കർത്താവ്. ആ മഹാപുരോഹിതനായ കർത്താവ് നമ്മൾ അനുഭവിക്കുന്ന സകല പരീക്ഷകൾ കൂടെയും കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ പരീക്ഷയും വന്നു. സകലത്തിന് ലാക്കും സകലത്തിന് കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി തീർക്കുന്നത് പിതാവായ ദൈവത്തിന് യുക്തമായിരുന്നു. സകല പരീക്ഷകളിൽ കൂടെയും കർത്താവ് കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. ആമേൻ. അതുകൊണ്ട് ദൈവമക്കളെ, കർത്താവ് ഇതിലൂടെ എല്ലാം കടന്നുപോയത് കൊണ്ട് കർത്താവിന് നമ്മുടെ കാര്യങ്ങളൊന്നും എല്ലാം വിശദീകരിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തെ മൊത്തം അളന്ന് തൂക്കി ശോധന ചെയ്ത് ഇരിക്കുന്നതും നീക്കുന്നതും കിടക്കുന്നതും എഴുന്നേക്കുന്നതും വേദനിക്കുന്നതും കരയുന്നതും ദുഃഖിക്കുന്നതും ഭാരം അനുഭവിക്കുന്നതും ആമേൻ അസാധ്യമായ വിഷയങ്ങളും എല്ലാം ദൈവം കാണുന്നുണ്ട്.
ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബലഹീനതകളിൽ മനുഷ്യർ സഹതാപം കാണിച്ചില്ലെങ്കിലും ആമേൻ, സഹതാപം കാണിക്കുമെന്ന് വിചാരിച്ച പലരും കണ്ണടച്ചു പോയപ്പോൾ, വഴിമാറിപ്പോയപ്പോൾ, സഹതാപവും സ്നേഹവും ആർദ്രതയും ആത്മാർത്ഥതയും ആമേൻ കാണിച്ച, ഇന്നും കാണിക്കുന്ന, നാളെയും കാണിക്കുന്ന, ഇന്നലെയും എന്നും എന്നേക്കും അനന്യനായ ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഓർത്തുകൊള്ളണം, ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയെന്ന് വരാം, തള്ളപ്പെട്ടു പോയെന്ന് വരാം, വെറുക്കപ്പെട്ടെന്ന് വരാം, ഹല്ലേലൂയ. ആമേൻ. പഴിചാരിയെന്ന് വരാം, ആമേൻ, ഹല്ലേലൂയ. നിന്നെ ഒന്നുമില്ലാതാക്കി തീർത്തെന്ന് വരാം, വെടക്കം തെണ്ടിയെന്ന് വരാം. പക്ഷെങ്കിൽ അതിന്റെ നടുവിൽ നമുക്കൊരു മഹാപുരോഹിതനുണ്ട്, ശ്രേഷ്ഠ മഹാപുരോഹിതൻ. സ്വർഗത്തിൽ കൂടെ കടന്നുപോയത് മനുഷ്യനായിട്ടുള്ള ആളല്ല. ആര് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ആരും പറയേണ്ട കാര്യമില്ല. നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവം. മോശയോട് പറഞ്ഞതുപോലെ അടുത്ത് ദൈവത്തെ ആമേൻ, മോശയെ അടുത്തറിഞ്ഞിരിക്കുന്ന ഒരു ദൈവം പോലെ എന്നെ നിങ്ങളെ അടുത്തറിയാവുന്ന, നിങ്ങൾ ഞാനും ആരാണെന്ന് അറിയാവുന്ന, നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവവൈദ്യലേ, നമ്മുടെ യഥാർത്ഥ ആമേൻ, നമ്മളെ അറിയാവുന്ന ഒരു കർത്താവ്, നമ്മുടെ ബലഹീനതകളും ദുഃഖങ്ങളും ആരോട് പറയുവാൻ കഴിയാത്ത അനേക വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഒരിക്കലും കൈവിടുന്നവനല്ല, തള്ളിക്കളയുന്നവനല്ല. നിങ്ങൾ ഞാൻ കടന്നു പോകുന്ന പരീക്ഷകളിൽ, ശോധനകളിൽ, കഷ്ടപ്പാടുകളിൽ താഴേക്ക് നിലം പതിച്ച് വീഴുമോ എന്ന്, തകർന്നു പോകുമോ എന്ന് ചിന്തിക്കുന്ന ഒരു കഴുകൻ കുഞ്ഞിനെ പോലെ ചില വട്ടങ്ങളിൽ നമ്മളായിത്തീർന്നാലും ഇല്ല ദൈവത്തിലെ, നമ്മളെ പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ നമ്മളെ പറന്നു വന്ന് ചിറകിൽ വഹിച്ച് ഉന്നതകളിലേക്ക് കയറ്റുന്ന ദൈവം. താഴ്ച നിനക്ക് വന്നെന്നോർത്ത് ഭാരപ്പെടേണ്ട, നിന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയുന്ന, നിന്റെ പരീക്ഷകളിൽ നിന്നോടുകൂടി ഇരുന്ന് പരീക്ഷയ്ക്കപ്പുറം വിജയം തന്നുകൊണ്ട്, അതിനപ്പുറം പോക്കുവഴി തുറന്നുകൊണ്ട്, അതിനപ്പുറം ദൈവിക പദ്ധതികളിലൂടെ നടത്തിക്കൊണ്ട് ഉന്നതമായ സ്ഥലങ്ങളിൽ എത്തിക്കും. ആമേൻ. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും അതുകൊണ്ട് തകർന്നു പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മൾ എബ്രായ ലേഖനം പഠിക്കുകയാണെങ്കിലും ഇത് നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തെയാണ്, കർത്താവിന്റെ കരുണയാണ്, കർത്താവിന്റെ മനസ്സലിവിനെയാണ്. ആത്മാർത്ഥമായ നമ്മളോടുള്ള ആ കർത്താവിന്റെ ആ കരങ്ങൾ പിടിച്ച് നമ്മളെ ആലിംഗനം ചെയ്ത് മാറോട് അണയ്ക്കുന്ന സ്നേഹത്തിന്റെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തില്ല. ധൈര്യം ഒട്ടും ക്ഷയിച്ചു പോകണ്ട, ക്ഷീണിച്ചു പോകണ്ട, ധൈര്യത്തോടെ നമുക്ക് ചെല്ലുക. ആമേൻ, ഹല്ലേലൂയ. ആ എസ്തേർ രാജാവിന്റെ അടുക്കൽ ചെല്ലുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഭയപ്പെട്ടുകൊണ്ടാണ്. ആമേൻ. ഞാൻ മരിച്ചാലും, ആമേൻ, എനിക്കെന്ത് സംഭവിച്ചാലും ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു പോകുന്നെങ്കിൽ അവളുടെ ഉള്ളിൽ എന്താണെന്നറിയാമോ? രാജാവ് ചെങ്കോൽ നീട്ടിയില്ലെങ്കിൽ അവളുടെ ജീവൻ അപകടത്തിലാകും. എന്നാൽ ഇവിടെ നോക്കൂ, അങ്ങനെയുള്ളൊരു രാജാവല്ല, അങ്ങനെയുള്ളൊരു രാജാതി രാജാവല്ല, അങ്ങനെയുള്ളൊരു മഹാപുരോഹിതനല്ല നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ കാണിക്കുന്ന, തത്സമയത്തിൽ സഹായിപ്പാനുള്ള കൃപ പ്രാപിപ്പാനുമായി നമ്മൾ ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തില്ല. ധൈര്യത്തോടെ. നമ്മുടെ കർത്താവ് നല്ലവനാണ്, നമുക്കൊരു നല്ല പിതാവായിട്ടുണ്ട്. നമുക്ക് അനേക കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെങ്കിൽ അവൻ നല്ല സൃഷ്ടിതാവാണ്, നല്ല വീണ്ടെടുപ്പുകാരനാണ്, നല്ല രക്ഷകനാണ്, നല്ല കാന്തനാണ്. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു അഡ്വക്കേറ്റ് ആണ്. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു മൂത്ത സഹോദരനാണ്, നല്ലൊരു കൂട്ടുകാരനാണ്, നല്ല രാജാതി രാജാവാണ്, നല്ലൊരു പ്രവാചകനാണ്. ഒത്തിരി ക്വാളിറ്റീസ്, ഒത്തിരി പൊസിഷൻസ് നമ്മൾ കർത്താവിൽ കാണുന്നു. ഈ എല്ലാ സ്ഥാനങ്ങളിലും ക്രിസ്തു നമുക്ക് വേണ്ടി ആമേൻ ഏറ്റവും നല്ല സഹതാപത്തോടും സ്നേഹത്തോടും ആത്മാർത്ഥത്തോടും കൂടി നിൽക്കുന്ന നമ്മുടെ ദൈവമായി, നമ്മുടെ രക്ഷകനായി, നമ്മുടെ മണവാളനായി നാം കർത്താവിനെ കാണുക. നമ്മുടെ കണ്ണുകൾ അടയ്ക്കുക ഒരു നിമിഷം. ഓ റബ ലബ ഷിഖ. ഇന്ന് രാത്രിയിൽ ആ കർത്താവിന്റെ അരികിലേക്ക് ധൈര്യത്തോടെ ചെല്ലുക. ആമേൻ. കൃപാസനത്തിനടുത്തേക്ക് ധൈര്യത്തോടെ ചെല്ലുക. ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മളുടെ ഉള്ള അവസ്ഥകൾ അറിഞ്ഞ് നമ്മളെ മാനിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മളെ രക്ഷിക്കുന്ന, നമുക്ക് വേണ്ടി പുതുവഴികൾ തുറക്കുന്ന, നമ്മുടെ ഭാരങ്ങൾ മാറ്റുന്ന, നമ്മുടെ വേദനകൾ മാറ്റുന്ന, നമുക്ക് വേണ്ടി ആമേൻ നമ്മളെ നേർപിടിക്ക് നടത്തുന്ന, നമ്മുടെ ആത്മീയത മാറ്റുന്ന ആ നല്ല കർത്താവിലേക്ക് നമുക്ക് അടുത്തെല്ലാം ദൈവ യുവചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് മഹത്വം. രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം ദൈവദാസനിൽ കൂടി കേൾക്കുവാൻ തക്കമുടയായി തീർന്നുവല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ഹല്ലേലൂയ. സ്തോത്രം. രാത്രികാലം ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ കർത്താവിൽ പൂർണ്ണമായ ആശ്രയം വെക്കാൻ അതെ തീർച്ചയായിട്ടും സാധിക്കും. നമ്മുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് നമ്മളെ കരുതുന്നവനായ കർത്താവ്, നമ്മെ സ്നേഹിക്കുന്നവനായ കർത്താവ്, നമ്മോട് കരുണ തോന്നുന്നവനായ കർത്താവ്,
നമ്മോട് കമ്പാഷനേറ്റ് ആയിട്ടുള്ളതായ നമ്മുടെ കർത്താവ്. അങ്ങനെ ഒരു ദൈവത്തെ എവിടെ കാണുവാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ജാതികളുടെ വിഗ്രഹങ്ങൾ അവർക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. നമ്മുടെ ദൈവമോ നിത്യജീവൻ ഹല്ലേലൂയ പ്രദാനം ചെയ്യുന്നവനായ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, സകലത്തെയും നിയന്ത്രിക്കുന്നവനായ, സകലത്തിന്റെയും സൃഷ്ടിതാവായ അതേ അരുമനാഥനായ നമ്മുടെ കർത്താവ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ആകയാൽ ദൈവത്തിനായി യേശു ആകാശത്തിൽ കൂടി കടന്നുപോയി ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ഹല്ലേലൂയ സ്തോത്രം. രാത്രി കാലം ഹല്ലേലൂയ പ്രത്യാശയുടെ ആ വചനം നമ്മെ ധൈര്യപ്പെടുത്തിട്ട്, ഹല്ലേലൂയ സ്തോത്രം. നല്ല ശമരിയക്കാരനെ പോലെ ഹല്ലേലൂയ സ്തോത്രം. നമ്മോട് കരുണ കമ്പാഷനേറ്റ് ആയിട്ടുള്ള കർത്താവ്. ഹല്ലേലൂയ സ്തോത്രം. ദേവദാസൻ വളരെ മനോഹരമായി വിശദീകരിച്ചുവല്ലോ. രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം. ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം അതിന് സംസാരിച്ച ദൈവത്തിനോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. രാത്രികാലം ലൈനിൽ പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെയും ഉച്ചയ്ക്കും നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രത്യേക ഹല്ലേലൂയ സ്തോത്രം. രാത്രികാലം വചനം സംസാരിച്ച ദൈവവൃത്യൻ പസ്റ്റുമിയോസിനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. കർത്താവിന്റെ നന്ദിയോടെ സ്തോത്രം. പ്രത്യേക പാട്ട് പാടിയ കർത്താവിന്റെ ദാസി സിസ്റ്റർ സിനി ജോസഫിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. ദൈവദാസിയെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ ലൈനിൽ പങ്കെടുത്ത് എല്ലാവരുമുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ കുടുംബങ്ങളുടെ ആവശ്യങ്ങളെ നമുക്ക് ദൈവസേനയിൽ ഏൽപ്പിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ സ്തോത്രം. ഈ സന്ധ്യാസമയത്ത് ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസേനയിൽ കടന്നു വന്ന കർത്താവെ, വിവിധ ആവശ്യങ്ങളെ ദൈവസേനയിൽ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നതായ ഈ നല്ല സാവകാശനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നല്ല വചനം സമൃദ്ധിയായിട്ട് ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രത്യേക കർത്താവെ സ്തോത്രം. വചനം സംസാരിച്ച ദൈവവൃത്തിനായി സ്തോത്രം. ദൈവദാസനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കണമേ. സിനി ജോസഫിനായി സ്തോത്രം. മനോഹരമായ ഗാനം പാടുവാൻ തക്കവണ്ണം കർത്താവ് കൈപ്പേറിയ ലോകയാത്രയിൽ ഞങ്ങൾക്ക് കർത്താവെ സഹായകനായി നമുക്ക് ആശ്രയമായിട്ട് ഞങ്ങൾക്ക് കർത്താവപ്പച്ചനല്ലാതെ മറ്റാരുമില്ല. രാത്രികാലം അത് ഞങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണം ആ പാട്ടിലൂടെ സാധിച്ചുവല്ലോ കർത്താവെ. തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ സ്തോത്രമാകിയാൽ ദൈവത്തിനായി യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഹല്ലേലൂയ ദിവസങ്ങളിൽ ഞങ്ങളുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ പദവിയെ തള്ളിക്കളയാതെ ഹല്ലേലൂയ സ്തോത്രത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവെ സ്തോത്രം. വഴിയിൽ വെച്ച് ഞങ്ങൾ വീണു പോകാതെ കർത്താവെ സ്തോത്രം. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതയാത്രയെക്കുറിച്ച് പരദേശ മോക്ഷയാത്രയിൽ ഞങ്ങൾ പഠിക്കുന്നത് പോലെ കർത്താവെ, വഴിയുള്ള അട്രാക്ഷൻസ് ഒന്നും കർത്താവെ ഞങ്ങളെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് ഞങ്ങളുടെ സ്വീകാരത്തിൽ നിന്ന് കർത്താവെ ഞങ്ങളെ കർത്താവെ അതേ മാറ്റിക്കൊണ്ടുപോകാൻ അനുവദിക്കാതെ വേണം ദൈവമേ. കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആ ദൈവം സിയോനിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾ തളർന്നു പോകാതിരിക്കാൻ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് രാത്രികാലം ദൈവമേ സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് ബലഹീനതയിൽ ഞങ്ങൾക്ക് സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ലോ ഞങ്ങളുടെ കർത്താവ്. ഞങ്ങളോട് സഹതാപം കാണിക്കുന്ന കർത്താവ്, ഞങ്ങളോട് കാരുണ്യം കാണിക്കുന്ന കർത്താവ് ദൈവമേ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ നിൽക്കുവാൻ കഴിയും കർത്താവേ? ഹല്ലേലൂയ സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനായ കർത്താവ്, ഞങ്ങളുടെ കഷ്ടതയും ഞങ്ങളുടെ സംസാരവും ഞങ്ങളുടെ ഇടപെടലുകളും ഞങ്ങളുടെ രീതികളും കർത്താവേ, ഞങ്ങൾ വന്ന കുറവുകളൊക്കെയും അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അതെ കഴിയുന്നവനായ ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളോട് കമ്പാഷനേറ്റ് ആയിട്ട് ഞങ്ങളുടെ കർത്താവ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്നവനായ കർത്താവ്, ആ കർത്താവിനെ ഞങ്ങൾ ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. ആ കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി കാണിച്ച സ്നേഹത്തെ ദൈവമേ, ഞങ്ങളെ വീണ്ടെടുക്കുവാൻ അവിടെ നിന്ന് തോന്നിയതായ ദൈവകൃപ അത് ഞങ്ങളോട് കാണിക്കുവാൻ തക്കോണം എളിവരാൻ ഞങ്ങളെയും തെരഞ്ഞെടുത്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇന്ന് രാത്രി കാലവും കർത്താവേ സ്തോത്രം. കൂടെ ഇരുന്ന് ഞങ്ങളെ വഴിനടത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് വചനം സംസാരിച്ച ദൈവദാസനെയും കുടുംബത്തെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവനാമത്തിൽ കർത്താവേ ദൈവമേ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ.
സിനിസിനായ സ്തോത്രം. കുടുംബമായ മക്കളെ നീ അനുഗ്രഹിക്കണം, കൃപയിൽ പരിപാലിക്കണം, ആവശ്യമായ നന്മകൾ കൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ 3 പേരെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ജോയ്സിനായ സ്തോത്രം കർത്താവേ, ജോഷുവായും ജോലിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ മക്കളെ നീ പ്രത്യേകം അനുഗ്രഹിക്കണം, കൃപയിൽ പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂതന്മാരുടെ കാവലും പരിപാലനം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും ഞങ്ങൾ നിന്നെ വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവെ നീ കൂടി ഇരിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകം ഇന്ന് രാത്രികാലം കർത്താവെ സ്തോത്രം ഹായിലുള്ള കൊളംബസിലുള്ള കുടുംബത്തെ, അവിടെയുള്ള സഹോദര കുടുംബങ്ങളെ എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള സഭയെ ഓർത്തുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനേക പുതിയ ആത്മാക്കളെ നൽകണമേ. സിൻസിനാറ്റിലും ഡെയ്റ്റണിലും കർത്താവെ സ്തോത്രം ക്ലീവ്ലൻഡിലൊക്കെ അവർ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ ദൈവകൃപ ഉണ്ടായിരിക്കട്ടെ. അനേക ആത്മാക്കളെ നൽകണമേ, ദൈവകൃപയിൽ പരിപാലിച്ചു കൊള്ളണം. കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വർദ്ധിക്കുന്ന മാതാപിതാക്കളെ ഇരുവരെയും പ്രത്യേകം ദൈവകരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദേവദാസിന്റെ കുടുംബത്തെ കൃപയിൽ പരിപാലിച്ച് കാത്തു സൂക്ഷിച്ചു പോകണം. ദൈവനാമം മഹിമപ്പെട്ടെ. കർത്താവേ, രാത്രികാലം കർത്താവേ ലൈനിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ പ്രയർ പാർട്ട്നേഴ്സിനെയും പ്രത്യേകം ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരുടെ മേലും ദൈവകൃപ വ്യാപരിക്കട്ടെ, അനുഗ്രഹ സമൃദ്ധി അയക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈശ്വരന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കർത്താവേ, കൃപയോടെ കേൾക്കണമേ. അമേൻ അമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം നല്ല വചനം തന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വചനം സംസാരിച്ച ദേവദാസനും കുടുംബത്തിനുമായി സ്തോത്രം. ലൈനിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം. താങ്ക് യു ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും കൂടെ ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ കർത്താവിന്റെ ഓരോവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തുമാന്ത്രം ഈ രാത്രികാലവും നമുക്ക് ജയം നൽകി തന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരെ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ലൈനിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ദേവദാസിനോടും പ്രത്യേകിച്ച് ഫാസ്റ്റർ ടോമി ജോസഫിനോടും കുടുംബത്തോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. നാളെ രാവിലെ 5 മണിക്ക് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന എല്ലാം അനുഗ്രഹമായി തീരുമാനിക്കണം. നമുക്ക് പ്രാർത്ഥനയോടെ അതിൽ പങ്കെടുക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.